ഹേയ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പലപ്പോഴും നമ്മൾ ദുനിയാവിൻ്റെ തിരക്കിനിടയിൽ നമ്മളേവരും ചിലപ്പോൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചാൽ ജന്ന ഇസ്രിയൽ, ജഹന്നം ഇസ്രിയൽ. വൺ ഡേ, ഒരു ദിവസം നമ്മളെല്ലാവരും അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കും. നമ്മൾ ഈ ദുനിയാവിൽ ചെയ്തു പോയ എല്ലാ പ്രവർത്തികൾക്കും അനുസരിച്ചായിരിക്കും നമ്മളുടെ ഡെസ്റ്റിനി, അതായത് നമ്മൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ നമ്മൾ എത്തിച്ചേരുക എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വാട്ട് വി ഡു ഇൻ അവർ ഡെയിലി ലൈഫ്സ്. ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഓരോ ദിവസവും നമ്മൾ എത്ര നന്മ ചെയ്യുന്നുണ്ട്, എത്ര തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ യഥാർത്ഥ സ്ഥലം നമ്മൾ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്നുള്ളത് ഈ ഒരു ഡീഡ്സ്, ഈ ഒരു പ്രവൃത്തികൾക്ക് അനുസരിച്ചിരിക്കും. ആൻഡ് നമ്മളുടെ എല്ലാവരുടെയും ശരിക്കുമുള്ള സക്സസ്, ശരിക്കുമുള്ള ഒരു വിജയം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അവർ മണി. അതൊരിക്കലും നമ്മളുടെ സമ്പത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ജോലി, അല്ലെങ്കിൽ നമുക്ക് ഹൈ സ്റ്റാറ്റസ് ഉള്ള ആ ഒരു പദവി ആവുന്നില്ല, നമുക്ക് പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ അതും ആവുന്നില്ല. ഓൾസോ നമ്മൾ ഭയങ്കര സൗന്ദര്യമുള്ളവരാണെങ്കിൽ അതൊന്നുമല്ല ശരിക്കും നമുക്ക് വേണ്ടതും. ഓൾസോ നമ്മളുടെ ഫൈനൽ വിജയം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾക്ക് ഉണ്ടായതുകൊണ്ട് ഒരിക്കലും നമ്മൾ സക്സസ്ഫുൾ ആവുന്നില്ല. മേ ബി ഇതെല്ലാം തികഞ്ഞ ഒരാളെ കാണുമ്പോൾ അവർ ഈ ഒരു ദുനിയാവിൽ ഭയങ്കര സക്സസ്ഫുൾ ആണ്, അവർ വിജയിച്ചു എന്ന് നമ്മൾക്ക് തോന്നിയേക്കാം. ബട്ട് ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. സോ ശരിക്കുമുള്ള ഒരു വിജയം എന്ന് പറയുന്നത് നമ്മൾ നരകത്തിൽ നിന്ന് മോചിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്. ദാറ്റ്സ് ദ പേർപ്പസ് ഓഫ് അവർ ലൈഫ്സ്. അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു പേർപ്പസ് എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ഗോൾ, നമ്മളുടെ എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗമായിരിക്കണം. നമ്മളൊന്ന് കണ്ണടച്ച് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ദ പ്ലേസ്. ആ ഒരു സ്ഥലത്ത് ഒരു വിഷമമോ ഒരു സമാധാനക്കേടോ ഒരൊറ്റപ്പെടലോ ഒരു അസുഖമോ ഒന്നും ആ ഒരു സ്ഥലത്തില്ല. നമ്മൾ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ആ ഒരു സ്ഥലത്തുണ്ടാവും. നമ്മുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നമ്മളുണ്ടാവും. ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ്, നമ്മുടെ റബ്ബിനെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് പൊറുത്ത് തന്ന് നമ്മൾ പോലും കാണാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് നമ്മളെ ഒരുപാട് സ്നേഹിച്ച റബ്ബിനെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ സ്നേഹിച്ച എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വർഗം എത്ര മനോഹരമാണ്. ആൻഡ് അതാണ് നമ്മുടെ ശരിക്കുമുള്ള ഒരു വീടെന്ന് പറയുന്നത്. ഈ ഒരു ദുനിയാവിൽ ഒരിക്കലും നമുക്ക് എപ്പോഴും ആ ഒരു കണ്ടെൻമെൻറ്റ്, എപ്പോഴും നമുക്ക് ആ ഒരു സന്തോഷം അല്ലെങ്കിൽ സമാധാനം ഒരിക്കലും കിട്ടില്ല. അത് സ്വർഗത്തിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. സോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു ലോകം താൽക്കാലികമാണ്. സ്വർഗം എന്ന് പറയുന്നത് അതെപ്പോഴും സ്ഥിരമാണ്, എപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് സ്വർഗം. സോ ദുനിയാവിൽ നമ്മൾ ചെയ്തു പോയ ചില തെറ്റുകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ, അത് നമ്മൾ സ്വർഗം നഷ്ടപ്പെടുത്തുന്നതിന് വിലയുള്ളതാണോ? എത്രയൊക്കെ നമ്മൾ സഹിച്ചാലും, എത്രയൊക്കെ നമ്മളിപ്പം ഒരു തെറ്റ് ചെയ്യുന്നില്ലെന്ന് നമ്മൾ ആ തെറ്റ് ചെയ്യാതിരിക്കുന്നതും, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് വിഷമമുള്ള സമയത്ത് നമ്മൾ സമാധാനത്തോടെ നിൽക്കുന്നതും, ഇറ്റ്സ് ഓൾ വർത്ത് ഫോർ ജന്ന. സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ദുനിയാവിൽ കുറച്ച് കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും അവസാനം നമ്മൾ സ്വർഗത്തിൽ എത്തുമ്പോഴുള്ള ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ അനുഭവിച്ച ഈ ഒരു വിഷമങ്ങളും ഈ ഒരു അസുഖങ്ങളും ഈ ഒരു കഷ്ടപ്പാടുകളും ഇതെല്ലാം നമുക്ക് ഒന്നുമല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരു മൊമെൻ്റ് ഉണ്ട്. കാരണം അത്രയും സമാധാനം, അത്രയും സന്തോഷമാണ് നമുക്ക് സ്വർഗത്തിൽ അനുഭവപ്പെടുക. ഈ ഒരു ലോകത്ത് വളരെ ഷോർട്ടായിട്ടുള്ള, വളരെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മൾ ജീവിക്കുന്നുണ്ടാവുക. നമ്മളെപ്പോഴാണ് മരിച്ചു പോവുക എന്ന് പോലും നമ്മൾക്കറിയില്ല. സോ ആ ഒരു സമയത്തിൻ്റെ ഗ്യാപ്പിലെങ്കിലും നമ്മൾ സ്വർഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. ലൈക്ക് നമ്മൾക്കിപ്പോൾ ഉറപ്പുണ്ടോ, നമ്മൾ ഷുവറാണോ നമ്മൾക്ക് സ്വർഗം പ്രോമിസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്? നമുക്ക് ആർക്കും ആ ഒരു കാര്യം അറിയില്ല അല്ലേ? പക്ഷേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് റിപ്പൻറ്റ് ചെയ്യുക, നമ്മൾ പൊരുത്തം ചോദിക്കുക. ഓൾസോ എന്നിട്ട് നമ്മൾ ഇനി ആ ഒരു തെറ്റ് നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഓൾസോ നമ്മൾക്ക് പറ്റുന്നത്ര നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അറ്റ് ലാസ്റ്റ് നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് ആ ഒരു നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മളുടെ കൂടെ ഉണ്ടാവുള്ളൂ, മറ്റാരും നമ്മളുടെ കൂടെ ഉണ്ടാവില്ല.
സോ നമ്മളാൽ കഴിയുന്ന മാക്സിമം നമ്മൾ ചെയ്യുക. ഇന്നു മുതൽ ഇത് കേട്ടിട്ടാണെങ്കിലും നമ്മൾ ഇനിയുള്ള നിസ്കാരങ്ങൾ കലാ ആവാതെ നോക്കുക. നരകത്തെക്കുറിച്ച് നമ്മുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞത്. അതായത് ഈ ഒരു ദുനിയാവിലുള്ള തീനേം കാട്ടിയും 70 മടങ്ങ് അധികമുള്ള ചൂടാണ് നരകത്തിലുള്ള തീനുള്ളത്. ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ എത്രത്തോളം ചൂടായിരിക്കും അതിനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും അതിൽ നിന്ന് സംരക്ഷിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മൾ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. നമ്മൾ സ്വർഗത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മുടെ റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. ബട്ട് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഓഫ് കോഴ്സ് നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും. നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. നമ്മൾ ഇനിയെങ്കിലും നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ എത്രത്തോളം വീണാലും സാരില്ല. നമ്മുടെ റബ്ബിന് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്, സ്വർഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ വീണെടുത്ത് നിന്ന് നമ്മൾ എഴുന്നേറ്റുകൊണ്ടേയിരിക്കണം. പരലോകത്ത് വെച്ച് ചില ആൾക്കാരുടെ കൂലി കണ്ടിട്ട്, അവരുടെ റിവാർഡ്സ് കണ്ടിട്ട്, ഈ ലോകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച ചില ആൾക്കാർ അവിടെ നിന്ന് ആഗ്രഹിക്കുമത്രേ. അതായത് അവരുടെ സ്വന്തം സ്കിന്ന്, അവരുടെ സ്വന്തം ശരീരം കത്രിക കൊണ്ട് മുറിച്ചിട്ടാണെങ്കിലും അവർ അള്ളാഹു പരീക്ഷിച്ചിരുന്നെങ്കിൽ എന്നവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുമത്രേ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയേ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അത് നമ്മൾക്ക് ഒരുപാട് റിവാർഡ്സ്, ഒരുപാട് കൂലികൾ നമ്മൾക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.